കൂട്ടുകാരെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഷടപടയുന്ന ഒരു ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു 3 പച്ചമുളക്, 3 കുഞ്ഞുള്ളി, പിന്നെ 2 അല്ലി കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ തേങ്ങ. എൻ്റെ ഒരു കയ്യിൽ ഒരു പിടി നിറയെ തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്ക് അത്രയും ആവശ്യമുള്ളൂ. ഞാൻ പിന്നെ ഒരു മീഡിയം സൈസ് ക്യാബേജാണ് ഇതിലേക്കായി എടുത്തേക്കുന്നത്. ക്യാബേജ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ അത് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഇട്ട് അത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇട്ട് വയ്ക്കുന്നത്. കാരണം ഉണ്ണിക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സേഫ്റ്റിയാണ് മുഖ്യം. അപ്പം ഈ സാധനങ്ങളൊക്കെ ഇട്ട് കുഞ്ഞുള്ളി മുളകും ഒക്കെ ഇട്ടിട്ട് ഒരു തുണ്ട് കറിവേപ്പിലയും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കണമെന്ന് വെച്ചാൽ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കരുത്. ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക. അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഉപ്പേരികൾക്കൊക്കെ ഈ ഒരു പരുവമാണ് വേണ്ട. അപ്പോൾ അത് ഈ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കിടന്ന് നമ്മുടെ ക്യാബേജ് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഏകദേശം. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് ഞെവിടി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. കാരണം വിഷാംശം വല്ലതുണ്ടെങ്കിൽ ഒന്നും കൂടെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് വെച്ചാൽ നമ്മുടെ സബോളയാണ്. ഒരു കുഞ്ഞു സബോള മതിയാവും കേട്ടോ. കുഞ്ഞു സബോള അത് കുഞ്ഞായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്യാബേജിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചട്ടിയിലിടുന്നതിന് മുമ്പായിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെക്കാം കേട്ടോ. എന്നിട്ട് അത് ചൂടായതിന് ശേഷം എണ്ണ വീഴ്ത്തിയിട്ട് കടുക് പൊട്ടിക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടുന്ന നേരെ ആകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ ചേർക്കാം. അപ്പോൾ കടുക് പതിയെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റേജിൽ വേണം കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒരു തുണ്ട് ഞാൻ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് കാരണം പച്ചമണം മാറണമെങ്കിൽ മാറിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ സ്റ്റേജിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നേക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വൃത്തിയാക്കി വെച്ച നമ്മുടെ ക്യാബേജ് ഞാൻ ഇതിലേക്ക് തട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് ഇത് മാത്രമായിട്ട് വേവാൻ വേണ്ടി വെക്കും കേട്ടോ. നമ്മുടെ ക്യാബേജ് മാത്രമായിട്ട് നമ്മുടെ അരപ്പ് അതിൽ ഇട്ടിട്ടില്ല. ക്യാബേജ് മാത്രം ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ ക്യാബേജും അരപ്പും പരസ്പരം ഒന്നു ചേർന്ന രീതിയിൽ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് അടച്ച് വെച്ച് ഇത് കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾ ഓരോ തവണ അടച്ച് വയ്ക്കുമ്പോഴും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ഓർത്തോളോ, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഞാൻ ക്യാബേജ് വെച്ചപ്പം തന്നെ ഒരു തുള്ളി വെള്ളം പോലും അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ക്യാബേജിൽ നിന്നും വെള്ളം ഇറങ്ങും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിങ്ങളൊന്ന് ഇളക്കി കൊടുത്തോളൂ. കാരണം അടി പിടിക്കാത്ത പാത്രമാണെങ്കിൽ കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എന്നിട്ട് വീണ്ടും നമുക്ക് മൂടി വെച്ച് മൂടി തുറന്നപ്പോൾ ഉള്ള കാഴ്ച കേട്ടോ. നമ്മൾ ഈ അരപ്പും നമ്മുടെ ക്യാബേജും ഒക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുമുണ്ട്. കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്തിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ക്യാബേജ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിടിലൻ ടേസ്റ്റ് ആട്ടോ. കിടിലൻ ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.